ഈ കാണുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ മുമ്പ് വാർത്തയിൽ കൊണ്ടുവന്നതാണ്. വാർത്ത വന്ന ശേഷം നടപടികളുമുണ്ടായി. എന്നാൽ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഒരു വർഷം 5 ലക്ഷം രോഗികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് കണക്ക്. OPയിലെത്തുന്നത് 12 ലക്ഷം പേർ. എന്നാൽ ഈ വർധനവ് ജീവനക്കാരുടെ എണ്ണത്തിലില്ല. 29 കിടക്കകളുള്ള ICUവിൽ 2 നഴ്സുമാർ. വേണ്ടത് 2 രോഗികൾക്ക് 1 നഴ്സ് എന്ന് മെഡിക്കൽ മാനുവൽ. വാർഡുകളിൽ നിലത്തുപോലും രോഗികൾ നിറയുന്ന ദിവസങ്ങളിൽ 100-ലധികം പേരെ പരിചരിക്കേണ്ടത് 1 നഴ്സ്. ജോലിഭാരം മൂലം ചിലർ തലചുറ്റി വീഴും. തിരക്കിനിടെ രോഗിക്ക് കുത്തിവെച്ച സൂചി കാലിൽ വീണ് ഒരാൾക്ക് മുറിഞ്ഞു. പിന്നെയാണ് അറിഞ്ഞത് രോഗി എയ്ഡ്സ് ബാധിതനാണെന്ന്. ഇങ്ങനെ നീളുന്നു ദുരിതം. നേഴ്സിംഗ് കെയറിൽ തന്നെയുള്ള ഒരു പാർട്ട് മാത്രമേ ഞങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുന്നുള്ളൂ, മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ മാത്രം. ഇതെല്ലാം ഈ നമ്മൾ നേഴ്സസ് തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ഒരുപാട് പനിയുടെ കേസ് വന്നല്ലോ. അപ്പോൾ അവരുടെ കൂടെ ഡ്യൂട്ടി എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പനി, ജലദോഷം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അവർ തന്നെ പേഷ്യൻ്റ് കഴിക്കുന്നേക്കാൾ കൂടുതൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരുടെയും കുട്ടികളുടെയും ആശുപത്രിയായ SATയിലും സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 5237 സ്റ്റാഫ് നഴ്സുമാർ വേണ്ടിടത്ത് 1971 പേരാണ് ഇപ്പോഴുള്ളത്. ഈ സർക്കാർ വന്ന ശേഷം 1200 നഴ്സുമാരെ അധികം അനുവദിച്ചെങ്കിലും പരിഹാരമാകുന്നില്ല. ശാലിനി ദാസ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.